നമ്മുടെ പുതിയ ചുരിദാറിന്റെ വീഡിയോ ആണ് സ്റ്റാർട്ട്. നമ്മുടെ ഇന്നത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ശരിക്കും ടസർ ഫിനിഷ് ഉള്ള ഫാബ്രിക് ആട്ടോ. ടസർ പോലെ തന്നെ ഇരിക്കുന്നത്, അങ്ങനെ പെട്ടെന്ന് നോക്കിയാലൊന്നും മനസ്സിലാവത്തേ ഇല്ല. അതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഐറ്റം. ഡേസി ടസർ പോലെ ആയിട്ടിരിക്കുന്നത്. നമുക്ക് നോർമൽ ടസറിനേക്കാളും കുറച്ചുകൂടെ ഭംഗിയുള്ള ഐറ്റമാണ്. ദുപ്പട്ടയൊക്കെ അതേ ലുക്ക് തന്നെയാണ്, കാരണം അതിൻ്റെ അകത്ത് വരുന്ന പോലെ ഡേസി ടസർ വരുന്ന പോലെ തന്നെ ആ ഒരു ലൈൻ പോലത്തെ ഡിസൈൻ ഒക്കെ ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദുപ്പട്ട ഫുള്ള് ഫ്ലോറൽ ഡിസൈൻ ആണ്. കളേഴ്സും അടിപൊളിയാട്ടോ. ലൈറ്റ് ഒരു ബ്ലൂ ഷെയ്ഡാണ്. അപ്പോൾ ഇതിൽ ആ ഒരു നോർമലി സിൽക്കിൽ വരാറുള്ള പോലെ ചെറിയൊരു എന്താ പറയുക, അങ്ങനെ ഗോൾഡൻ എന്ന് പറയാൻ പറ്റില്ല, സിൽവറിഷ് ഗോൾഡൻ എന്ന് പറയാം. അങ്ങനത്തെ ഒരു ഷെയ്ഡിൽ ചെറിയ ഡോട്ട് പോലെ ഒരു വീവിങ് പാറ്റേണും പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു മെറ്റീരിയലിന്റെ പ്രത്യേകതയും ഇതുമൊക്കെ നിങ്ങൾക്ക് ആ ഒരു ഫിനിഷിങ്ങും ഒക്കെ അടുത്ത് കണ്ടാലായിരിക്കും ശരിക്കും നന്നായിട്ട് മനസ്സിലാവുക. ഇങ്ങനെ കാണുമ്പോൾ തന്നെ അത്ര ഗ്രാൻഡ് ലുക്കാണ്. ശരിക്കും ആ ഒരു ടസറൊക്കെ നിങ്ങൾ ഈ ഒരു മോഡലൊക്കെ എന്തായാലും 4000, 5000 ആ റേഞ്ചിൽ എടുക്കുന്ന അതേ ലുക്ക് തന്നെ ഇതിന് കിട്ടും. അപ്പോൾ ആ ഒരു പ്രൈസ് വെച്ച് അങ്ങനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര റീസണബിൾ എന്ന് പറയാം കേട്ടോ. എന്നാൽ വാഷും ചെയ്യാവുന്നതായിട്ടോ. പ്യുവർ ടസർ നമുക്ക് വാഷ് ചെയ്യാൻ പറ്റത്തില്ല, ജസ്റ്റ് അല്ലെങ്കിൽ ഒന്ന് ഡ്രൈ വാഷ് ചെയ്തെടുക്കേണ്ടി വരും. ഇത് നമുക്ക് അല്ലാതെ വാഷ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഭയങ്കര റഫായിട്ട് വാഷ് ചെയ്ത് ജസ്റ്റ് അല്ലാതെ ഷാമ്പു വാഷ് ജസ്റ്റ് ചെയ്യുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ദുപ്പട്ട ഡിസൈൻ ഇതാണ്. മെയിൻ ഞാൻ പറഞ്ഞ പോലെ ദുപ്പട്ടയുടെ ഭംഗി ആ ഫ്ലോറൽ ഡിസൈനിൽ തന്നെയാണ്. പിന്നെ ബോർഡറൊക്കെ ശരിക്കും ആ ടസറിൻ്റെ അതേ രീതിയിൽ തന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബോട്ടം വരുന്നത് സെയിം കളർ കേട്ടോ, ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ്. ഇതിൻ്റെ നമ്പർ വരുന്നത് F675, റേറ്റ് 1790, 1790. എല്ലാം വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സിലാട്ടോ ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഇതൊരു ലൈറ്റ് ഒരു ഓറഞ്ച് കൂടിയിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. ലൈറ്റ് ഓറഞ്ചാണ്, ഭയങ്കര ബ്രൈറ്റ് ആയിട്ടൊന്നും വിചാരിച്ചേക്കല്ലേ, ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്തും സെയിം തന്നെ രീതിയിലുള്ള ആ ഒരു ഫ്ലോറൽ ഡിസൈൻ. നേരത്തെ വന്നിരുന്ന സെമി ടസർ എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുന്നതിന് കുറച്ച് നമുക്കൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇതിങ്ങനെ ഒന്നുകൂടെ നമ്മൾ ടസർ തന്നെ എന്നുള്ള രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു വ്യത്യാസമേ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം സോഫ്റ്റ് ആണ്, ഫിനിഷിങ്ങും സോഫ്റ്റ് ആയിട്ട്. നമ്മുടെ ഒരു ഡേസി ടസറിൽ പ്യുവർ ഡേസി ടസർ വരുമ്പോഴത്തേനും നമുക്ക് ആ ഒരു സോഫ്റ്റ് ഫിനിഷിലോട്ട് വരുമ്പോൾ റേറ്റ് കൂടി വരുന്ന ഐറ്റം ഇല്ലേ, ആ ഒരു അതിൻ്റെ തന്നെ ലുക്കിലാണ് ഇതും വരുന്നത്. അങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കുന്ന അങ്ങനത്തെ ഒരു പേടിയൊന്നും വേണ്ട കേട്ടോ. നല്ല രീതിയിൽ തന്നെ കിടക്കുന്ന സൈസ് മെറ്റീരിയലുമാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു കോമ്പിനേഷൻ എല്ലാം ഫ്ലോറൽ ഡിസൈനുകളിൽ വരുമ്പോഴത്തേനും കോമ്പിനേഷൻ ടോപ്പിൻ്റെ കളറിൻ്റെ ആ ഒരു രീതി തന്നെയാണ് ചെയ്തേക്കുന്നത്. ഭയങ്കര നല്ല ആ ഒരു ചാർട്ടാട്ടോ ഇത്. ഇതിൻ്റെ ബോട്ടം സെയിം കളർ തന്നെ. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് F676, റേറ്റ് സെയിം തന്നെയാണ് 1790. ഇതിൽ 4 ഷെയ്ഡ്സാണ് വന്നേക്കുന്നത്. ഇതിൽ മൂന്നാമത്തെ ഷെയ്ഡ് ഇതാട്ടോ, ലൈറ്റ് ഒരു ലാവണ്ടറിൻ്റെ ഷെയ്ഡ്. ഇതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല, അടിപൊളി കളറാണ്. ഇതും സെയിം രീതിയിൽ തന്നെ ബോർഡറൊക്കെ അടിപൊളിയാട്ടോ കാണാൻ. ഇതാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. താഴെ ചെറുതായിട്ട് ഇതായതല്ലേ ഇങ്ങനൊരു വീവിങ് പാറ്റേണും കൊടുത്തിട്ടുണ്ട്, സിൽക്കിലൊക്കെ വരുന്ന പോലെ തന്നെ. ഇതിൻ്റെ പ്രിന്റും ആ ഒരു കോമ്പിനേഷനിൽ ലാവണ്ടറിൻ്റെ കോമ്പിനേഷനുള്ള പ്രിന്റാണ് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒതുങ്ങിയാണെങ്കിലും അത്യാവശ്യം കിടക്കുന്ന മെറ്റീരിയലും ആട്ടോ ദുപ്പട്ടയ്ക്ക് കൊടുത്തേക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശരിക്കും ആ ഒരു കൂടിയൻ്റെ സിൽക്കിൻ്റെ ലുക്ക് തന്നെ നമുക്ക് ഇതിന് കിട്ടുന്നുണ്ട്. ബോട്ടം സാറ്റിൻ സിൽക്ക്, അത് സെയിം കളർ തന്നെയാണ്. എല്ലാത്തിനും ചെറിയൊരു കുഞ്ഞ് അബൂട്ട ഡിസൈൻ ഇതിലുണ്ട്, ഇവിടെ കുഞ്ഞായിട്ടേ ഉള്ളൂ. ഇതിൻ്റെ നമ്പർ വരുന്നത് F678, റേറ്റ് 1790 മാത്രമേ ഉള്ളൂ, 1790. അപ്പോൾ ഇത് 4ാമത്തെ ഷെയ്ഡ്. 4 കളേഴ്സേ ഉള്ളെങ്കിലും ഒന്നിനൊന്നും മെച്ചം എന്ന് പറയാവുന്ന ഷെയ്ഡ്സ് ആട്ടോ. അപ്പോൾ ഇത് ഭയങ്കര ഭംഗിയുള്ളൊരു ഗ്രീൻ കളർ, ലൈറ്റ് ഗ്രീൻ കളർ, ലീഫ് ഗ്രീൻ്റെ ഒക്കെ ഏകദേശം ഷെയ്ഡാണ്. ഇതിൻ്റെ ദുപ്പട്ട ഡിസൈൻ കോമ്പിനേഷൻ ഇതുപോലെ വരും. ബോർഡറൊക്കെ കാണാൻ അടിപൊളിയാട്ടോ. ഇതിനും ബോട്ടം സെയിം കളർ. എല്ലാത്തിനും ഞാൻ അത്ര ആ ഒരു എക്സ്പ്രഷൻ ഇട്ട് പറയുന്നത് കാരണം നമുക്ക് ആ ഒരു സിൽക്ക് ഒറിജിനലിൻ്റെ ആ ഒരു റേറ്റും ഇതും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ടാട്ടോ ഞാൻ പറഞ്ഞത്. കാരണം ആ ഒരു ലുക്ക് പെട്ടെന്ന് നമുക്ക് അങ്ങനെ ആ ഒരു സെയിം ലുക്ക് തന്നെ കിട്ടുന്നതുകൊണ്ടാണ്. റേറ്റ് വെച്ച് ഭയങ്കര റീസണബിൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. കാരണം നമുക്ക് ടസർ വെച്ച് നോക്കുമ്പോഴാട്ടോ, ടസർ അല്ലെന്ന് അങ്ങനെ പറയത്തേ ഇല്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് എടുക്കാം. നിങ്ങൾക്ക് ഒരു ഫംഗ്ഷനൊക്കെ വെറൈറ്റി ആയിട്ട് വർക്ക് വേണ്ട, സിൽക്ക് പോലെ തന്നെയുള്ള ഐറ്റംസാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് F677, റേറ്റ് 1790.